ശ്രീഗുരുഭ്യോ നമഃ. ശരീരമാധ്യം ഖലു ധർമ്മസാധനം. മനുഷ്യനെ ഭഗവാൻ തന്നിരിക്കുന്ന ഈ ശരീരം ധർമ്മകാര്യത്തിന് വേണ്ടിയിട്ടാണ്. ധർമ്മകാര്യം ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് വേണ്ടത് ശരീരശുദ്ധിയാണ്. ശരീരശുദ്ധി ചെയ്യാനായിട്ട് പല വിധത്തിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു പെട്ടതാണ് മുദ്രാധാരണ എന്ന് പറയുന്ന ഒരു ശുദ്ധി. എന്താണ് മുദ്രാധാരണ? മഹാവിഷ്ണുവിൻ്റെ രണ്ട് ആയുധം കൊണ്ടും, ശംഖവും ചക്രവും, ഈ രണ്ട് ആയുധം കൊണ്ടും നമ്മുടെ ദേഹത്തിലോട്ട് അടയാളപ്പെടുത്തുന്നത് തന്നെയാണ് ഒരു മുദ്രാധാരണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം. ഈ മുദ്രാധാരണ ആർക്ക് വേണമെങ്കിലും ധരിക്കാം. പക്ഷേ ധരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആയുധം കൊണ്ട് തന്നെ, അതിൻ്റെതായിട്ടുള്ള സാധനം കൊണ്ട് തന്നെയാണ് ധരിക്കേണ്ടത് നിയമം. അത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയ രണ്ട് ആയുധം, അത് സുദർശന ഹോമം നടത്തിയിട്ട് പരമഹംസ സന്യാസികളുടെ മുഖാന്തരമായിട്ടാണ് ഈ ആയുധം ധരിക്കേണ്ടത്. ഈ ആയുധം ധരിക്കുന്നത് കൊണ്ട് നമ്മുടെ ദേഹം ശുദ്ധിയായിക്കൊള്ളൂ, ആന്തരിക ദേഹവും ശുദ്ധിയായിക്കൊള്ളൂ. എന്നിട്ട് ധർമ്മകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫലം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടും. ശാസ്ത്രത്തിൻ്റെ വചനമാണ്. അതിൻ്റെ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്ഷേത്രത്തിൽ, ഒരു സ്ഥലത്തിൽ നമുക്ക് നെല്ല് കൃഷി ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആ ക്ഷേത്രം ശുദ്ധി വരുത്തണം. ശുദ്ധി വരുത്തി എന്നിട്ട് നെല്ല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട നെല്ലിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ശുദ്ധി വരുത്താനുള്ള ഒരു പ്രക്രിയയാണ് തപ്തമുദ്രാധാരണ എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് ശരിക്ക് നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഊർജം കിട്ടും, പോസിറ്റീവ് എനർജി ഉണ്ടാകും. എന്നിട്ട് ഈ ശരീരം കൊണ്ട് ധർമ്മകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഫലം ജീവിതത്തിൽ ലഭിക്കും. ഇത് ഞങ്ങൾ മാത്രമല്ല, മനുഷ്യന്മാർ മാത്രമല്ല, ശരിക്ക് ദേവന്മാരും ഇന്ദ്രാദി ദേവന്മാരും വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് വിഷ്ണുവിൻ്റെതായിട്ടുള്ള ആയുധത്തെ ധാരണ ചെയ്തിട്ടുള്ള ഐതിഹ്യം സ്കാന്ദപുരാണത്തിലൊക്കെ വരാറുണ്ട്. കേവല ഇന്ദ്രാദി ദേവന്മാർ മാത്രമല്ല, മാന്ധാത, പ്രഹ്ലാദൻ, ഇതുപോലെ തന്നെ രാജാക്കന്മാരും നമുക്ക് മുദ്രാധാരണ ചെയ്ത് അതിൻ്റെ ഗുണത്തെ അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കഥ ഉണ്ട്. വൃത്രാസുരൻ പറയുന്ന ഒരു അസുരൻ ദേവന്മാർക്ക് ശരിക്ക് ശല്യപ്പെടുത്തുന്ന സമയത്ത് ശരിക്ക് ആ ദേവന്മാരൊക്കെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി അവിടെ പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു, ശരിക്ക് എൻ്റെതായിട്ടുള്ള ആയുധത്തെ ധരിച്ചോളൂ, ആ ആയുധം കൊണ്ട് നിങ്ങൾക്ക് വരാനുള്ള എന്തൊക്കെ ആസുരി ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ദ്രാദി ദേവന്മാർ ഒക്കെ അങ്ങേരുടെ ആ ലാഞ്ചനം എന്ന് വെച്ചാൽ അടയാളം അങ്ങേരുടെ ദേഹത്തിൽ ധാരണം ചെയ്തതുകൊണ്ട് വൃത്രാസുരൻ പോലെയുള്ള അസുരന്മാരുടെ ഈ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലോകത്തിൽ എല്ലാ ആൾക്കാരും അസുരന്മാരുടെ, നമുക്ക് കണ്ണിലോട്ട് കാണാത്ത ചില ഈ ദുഷ്ടശക്തിയുടെ നമുക്ക് ഒരു ഉപദ്രവം വരാൻ പാടില്ല. അത് കൂടാണ്ട് രോഗത്തെ നിരോധക ശക്തി ഈ ചക്രത്തെ ശംഖത്തെയും ഉണ്ട്. അതുകൊണ്ട് ഇത് ധാരണം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ആരോഗ്യ വിഷയത്തെ പറ്റി നമുക്ക് നല്ല രീതിയിലുള്ള ഈ തപ്തമുദ്രാധാരണ പറയുന്ന ചടങ്ങം തന്നെയാണ്. ഈ ചടങ്ങം ശരിക്കും കൊല്ലത്തിൽ ഒരേ ദിവസമേ നടത്തുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും നടത്തുന്നത് കൊണ്ട് തെറ്റൊന്നില്ല. എന്നാലും പ്രഥമ ഏകാദശി പറയുന്ന ഒരു സമയമുണ്ട്. ആഷാഢ മാസത്തിൽ ശുക്ലപക്ഷ ഏകാദശി ദിവസം, ആ ഏകാദശിക്ക് പേര് ശയനി ഏകാദശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്. അത് വരാൻ പോവ ജൂലൈ 17 ആ ദിവസം ശരിക്ക് നിങ്ങൾ മുദ്രാധാരണ ചെയ്യുന്നത് കൊണ്ട്
ദേഹത്തിലുള്ള രോഗത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുകൂടാണ്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ തന്നെയുള്ള ശരീരത്തിൽ നമുക്ക് ശരിക്കും ധർമ്മകാര്യം ചെയ്യുന്നത് കൊണ്ട് ധർമ്മകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ഫലമുണ്ടാവും ആ ഫലം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവത്തിൽ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു തപ്തമുദ്രാധാരണ നടത്തേണ്ടതാണ് ശാസ്ത്രത്തിന്റെ നിയമം. ഇത് ചെയ്യുന്ന സമയത്ത് ആരാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഭഗവത്ഗീതയിൽ പറയുന്നത് വീത രോഗ ഭയക്രോധ എന്ന് പറഞ്ഞിട്ടുള്ള രാഗ ദ്വേഷ ഇതൊക്കെ ത്യജിച്ച ആൾക്കാർ ആരാണ് ഈ ലോകത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമഹംസ സന്യാസികൾ തന്നെയാണ്. അപ്പൊ സന്യാസി മുഖാന്തരമായിട്ട് നമുക്ക് മുദ്രാധാരണം ചെയ്തു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട രീതിയിലുള്ള ഫലം കിട്ടും. അല്ലാണ്ട് ഗൃഹസ്ഥനോ സന്യാസിയോ ബ്രഹ്മചാരിയോ ഇത് ചെയ്യിപ്പിക്കരുത്, അവരുടെ മുഖാന്തരമായിട്ട് ചെയ്യിപ്പിക്കരുത്. അപ്പോൾ ഒരു ഐതിഹ്യം നമുക്ക് വേണമെങ്കിൽ ഉണ്ട്. അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാത് വായു ഭഗവാന്റെ ഒരു രൂപം മധ്വാചാര്യർ അങ്ങേത് ഒരു ഗൃഹസ്ഥനെ അധികാരം കൊടുത്തിരിക്കുക. അത് ശരിക്കും പറയേണ്ടത് മംഗലാപുരത്തിന്റെ അടുത്ത് ഒരു എർക്കിമഠ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഠമുണ്ട്. അവിടെ അങ്ങേത് ഒരു ഗൃഹസ്ഥനെ ഒരു അധികാരം കൊടുത്തിരിക്കുക. ഇത് അല്ലാണ്ട് വേറെ ആർക്കും ഈ അധികാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ പറയുന്നത് പരമഹംസ സന്യാസികൾ ആരാണോ അവരുടെ മുഖാന്തരമായിട്ട് നമുക്ക് ധാരണം ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട ഫലം കിട്ടും. ശാസ്ത്രത്തിന്റെ വചനമാണ്. അതുകൂടാണ്ട് തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ പരമ്പരയിൽ മധ്വാചാര്യർ ശരിക്ക് എല്ലാ ആൾക്കാർക്ക് അവരുടെ ഒരു ശിഷ്യന്മാരായിട്ടുള്ള ഒരു ആൾക്കാർക്ക് അധികാരം കൊടുത്തിരിക്കുക സന്യാസികൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ സങ്കല്പം എന്താണ്? ഈ നമ്മുടെ അഷ്ടമഠത്തിലുള്ള സന്യാസികൾ അതുകൂടാണ്ട് മധ്വാചാര്യരെ പരമ്പരയിൽ വന്നിരിക്കുന്ന ശിഷ്യന്മാർ സന്യാസികൾ അവർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഒരു അനുസന്ധാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉടുപ്പി അഷ്ടമഠത്തിന്റെ സന്യാസികൾ അതുകൂടാണ്ട് വേറെ സ്വാമിജിയുടെ മധ്വാചാര്യരുടെ പരമ്പര വന്നിരിക്കുന്ന സന്യാസികൾ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ മധ്വാചാര്യർ ഉണ്ടായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അനുസന്ധാനം കൊണ്ടാണ് അവരുടെ മുഖാന്തരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇനിയും നമുക്ക് നല്ല ഫലം കിട്ടും. ശാസ്ത്രത്തിന്റെ വചനമാണ്. അതുകൊണ്ട് എല്ലാവരും ദേഹശുദ്ധിക്ക് വേണ്ടിയിട്ട് ആന്തരികമായിട്ടുള്ള ദേഹശുദ്ധിക്ക് വേണ്ടിയിട്ട് ഈ തപ്തമുദ്രാധാരണ ചെയ്യുന്നത് കൊണ്ട് എല്ലാ ആൾക്കാരുടെ രോഗം ശമനമാവട്ടെ, വേണ്ടപ്പെട്ട ഒരു പോസിറ്റീവ് എനർജി വരട്ടെ, ധർമ്മകാര്യത്തിലോട്ട് നമുക്കൊരു ഇതൊരു സപ്പോർട്ട് ആയിക്കൊള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ വരാൻ പോകുന്ന ആഷാഢ ശുദ്ധ ശുക്ലപക്ഷ ഏകാദശി ദിവസം എല്ലാവരും നമുക്ക് ഈ തപ്തമുദ്രാധാരണ നടത്തിക്കൊള്ളൂ. അതുകൂടാണ്ട് കേരളത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ഉടുപ്പി മഠത്തിൽ ഒരു അഷ്ടമഠത്തിലുള്ള ഒരു കാഞ്ഞൂർ സ്വാമീജി വിദ്യാവല്ലഭ സ്വാമീജി നമുക്ക് കേരളത്തിൽ വരുന്നുണ്ട്. അങ്ങേര് ഈ കേരളത്തിൽ തൃശ്ശൂർ പ്ലേസിൽ അതുകൂടാണ്ട് എറണാകുളം ഭാഗത്തിൽ ത്രിവൻഡ്രം ഭാഗത്തിൽ ഈ മുദ്രാധാരണ നടത്താറുണ്ട്. എല്ലാവരും വന്നിട്ട് അവിടെ കൂടെ ചേർന്ന് ആ തപ്തമുദ്രാധാരണ അവരുടെ കൈകൊണ്ട് നമുക്ക് ധാരണ ചെയ്ത് നമ്മുടെ ദേഹം പുനീതരാകാനുള്ള വഴി എല്ലാവരും നമുക്ക് അവസരം കളയരുത്, വന്ന് ചെയ്യണം. ചെയ്തിട്ട് അവരവരുടെ ധർമ്മകാര്യത്തിൽ വരാനുള്ള പുണ്യത്തെ അവർ സമ്പാദിച്ചോട്ടെ, ഭഗവാൻ ഒരു തൃപ്തനാവട്ടെ, ഇതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിലോട്ട് പാത്രരാവട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ 2 വാക്ക് പറഞ്ഞിട്ട് നിർത്തുന്നു. നമസ്കാരം. തിരുമേനി, ഈ മുദ്രാധാരണം എന്ന് പറയുമ്പോ അത് എന്താ ചെയ്യുക? അവര് ഈ സുദർശന ഹോമം ചെയ്തിട്ട് അതെടുത്തിട്ട് 2 കൈയിലും ധാരണ ചെയ്യും, ചൂടാക്കിയിട്ട് വലത്തെ കയ്യില് സുദർശനവും ഇടത്തെ കയ്യില് ചക്രവും ശംഖവും അവര് ധരിപ്പിക്കും, നമ്മളുടെ മേത് ചെയ്യും. അപ്പോ അമ്പലത്തിൽ ഇപ്പോ വരുന്ന ആൾക്കാര്, നമ്മുടെ ഭക്തര് വന്നിട്ട് കുളിച്ച് വൃത്തിയായിട്ട് എത്ര മണിക്ക് ഇവിടെ എത്തണം? ശരിക്കും അതിന്റെ നമുക്ക് ടൈമിംഗ് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലാവുമ്പോ 8 മണിക്ക്, എറണാകുളത്തിൽ ഹനുമാൻ കോവിലില് ഒരു 10 മണിക്ക്,
അതുപോലെ തന്നെ എറണാകുളത്തിൽ ധന്വന്തരി ക്ഷേത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. തൃപ്പൂണിത്തുറ അവിടെ 11 മണിക്ക്, ത്രിവേണ്ട്രമിൽ 4 മണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 സ്ഥലത്തും പോയിട്ട് മുദ്രാധാരണ ചെയ്യാനുള്ള അവസരമുണ്ട്. ഉണ്ട്. ഓക്കെ, താങ്ക് യു തിരുമേനി.